ധനികരാവണമെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാവരും തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ് ബൈ റോബർട്ട് കിയോസാക്കി. ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിലിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. റോബർട്ട് കിയോസ്കിയാണ് ഈ പുസ്തകം എഴുതുന്നത്. റോബർട്ട് കിയോസ്കിയുടെ പിതാവ് വളരെ ഉന്നതമായ പഠിപ്പുള്ള വ്യക്തിയും ഒപ്പം ഒരു കോളേജിൽ അധ്യാപകനുമായിരുന്നു. എന്നാൽ ഈ റോബർട്ടിൻ്റെ സുഹൃത്തായ മൈക്കിൻ്റെ പിതാവാകട്ടെ വളരെ കുറഞ്ഞ വിദ്യാഭ്യാസവും സ്കൂൾ ഡ്രോപ്പ് ഔട്ടും എന്നാൽ വളരെ റിച്ച് ആയിട്ടുമുള്ള ആളായിരുന്നു. അപ്പോൾ ഈ റോബർട്ടിന് പലപ്പോഴുമായി ചിന്ത വരാറുണ്ട്, എൻ്റെ പിതാവിന് നല്ല വിദ്യാഭ്യാസമുണ്ട്, ഒരു മികച്ച ജോലിയുണ്ട്, പക്ഷേ ഞാൻ എപ്പോഴും ഒരു ദരിദ്രനെ പോലെ ജീവിക്കുകയാണ്. എനിക്ക് ജീവിതത്തിൽ റിച്ച് ആകുവാനോ അല്ലെങ്കിൽ വലിയ സന്തോഷങ്ങളുള്ള കാര്യങ്ങൾ നേടുവാനോ സാധിക്കുന്നില്ല. എന്നാൽ എൻ്റെ സുഹൃത്തായ മൈക്കിൻ്റെ പിതാവ് വളരെ ദരിദ്രനായ സാഹചര്യത്തിൽ നിന്ന് ജീവിച്ചയാളാണ്, സ്കൂൾ ഡ്രോപ്പ് ഔട്ടാണ്, പക്ഷേ അദ്ദേഹം വലിയ റിച്ചാണ്. എന്താണ് ഇതിൻ്റെ കാരണം? എങ്ങനെയാണ് റിച്ച് ആകുവാൻ സാധിക്കുന്നത്? ആ ചിന്തകളോടെയാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. റോബർട്ട് മൈക്കിൻ്റെ പിതാവിനെ കാണുന്നു, കാര്യങ്ങൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ധനികനാകുന്നു? എൻ്റെ പിതാവിന് ധനികനാകുവാൻ സാധിക്കുന്നില്ല. എന്നാൽ മൈക്കിൻ്റെ പിതാവ് വളരെ സ്നേഹസമ്പന്നനായിരുന്നു. മൈക്കിനെയും റോബർട്ടിനെയും അടുത്ത് വിളിച്ച് ഇദ്ദേഹം പല ഉപദേശങ്ങളും പല കഥകളും പറയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം റോബർട്ടും മൈക്കിൻ്റെ പിതാവിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുവാനായി ആരംഭിക്കുകയാണ്. അപ്രകാരം ജീവിതത്തിൽ വിജയത്തിൻ്റെ അല്ലെങ്കിൽ റിച്ച് ആകാനുള്ള തന്ത്രങ്ങൾ അല്ലെങ്കിൽ ട്രിക്കുകൾ അവർക്ക് പറഞ്ഞു നൽകാമെന്നാണ് മൈക്കിൻ്റെ പിതാവ് പറഞ്ഞത്. അങ്ങനെ ചെറിയൊരു വേതനത്തിൽ റോബർട്ടും മൈക്കിൻ്റെ പിതാവിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. കുറേ ദിവസങ്ങൾ കടന്നുപോയി. ട്രിക്കുകൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ മൈക്കിൻ്റെ പിതാവ് പ്രത്യേകിച്ച് ട്രിക്കുകളൊന്നും പറഞ്ഞു നൽകുന്നില്ല എന്ന് മാത്രമല്ല, വളരെ തുച്ഛമായ വേതനം മാത്രമാണ് നൽകുന്നത്. ഈ സാഹചര്യത്തിൽ റോബർട്ട് വളരെ ക്ഷോഭിതനാകുകയും തനിക്ക് ഈ ജോലി ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. പിന്നീടാണ് ഈ പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ റിച്ച് ആകേണ്ട പ്രിൻസിപ്പിൾസിനെ കുറിച്ച് മൈക്കിൻ്റെ പിതാവ് ഇവർക്ക് ഉപദേശം നൽകുന്നത്. ഈ പുസ്തകത്തിൻ്റെ ആകെ തുക എന്നുള്ളത് പണം, മണി, റിച്ച് അതുമായി ബന്ധപ്പെട്ടതാണ്. നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ, നാം എപ്പോഴും ജോലി ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അല്ലെങ്കിൽ നാം ജീവിക്കുന്നതിന് എന്തിനു വേണ്ടിയാണ്? ഒന്ന് ചിന്തിച്ചാൽ പണം ഉണ്ടാക്കുവാൻ വേണ്ടിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും, അല്ലേ? നാം ജോലി ചെയ്യുന്നു, അധ്വാനിക്കുന്നു, പല കമ്പനികളിൽ വർക്ക് ചെയ്യുന്നു, സ്വന്തമായി എല്ലാം ചെയ്യുന്നു. ഇതെല്ലാം നാം പണത്തെ ചേസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി നാം മുന്നോട്ട് പോവുകയാണ്. എന്നാൽ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് റോബർട്ട് കിയോസാക്കി മൈക്കിൻ്റെ പിതാവിൽ നിന്ന് പഠിച്ച ഒരു ചിന്ത. നാം എല്ലാവരും സാധാരണ പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു. എന്നാൽ പണത്തെ നമുക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കുവാനായി നാം പഠിക്കുന്ന സാഹചര്യത്തിലാണ് നാം റിച്ച് ആകുന്നതെന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. മൈക്കിൻ്റെ പിതാവ് പറയുന്നത് ഇങ്ങനെയാണ്: വി ഷുഡ് നോട്ട് വർക്ക് ഫോർ മണി, വി ഷുഡ് മേക്ക് മണി ടു വർക്ക് ഫോർ അസ്. ശരിക്കും ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ശരിക്കും ആ പുസ്തകത്തിൽ ഈ ചിന്ത വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊന്നും തോന്നുകയില്ലെങ്കിലും നാം ഡീപ്പായി ചിന്തിച്ചാൽ തീർച്ചയായും അതിൻ്റെ അർത്ഥം മനസ്സിലാകും. പണം നമുക്ക് വേണ്ടി ജോലി ചെയ്യുക എന്നുള്ള അവസ്ഥയിൽ നാം പണം എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതെങ്ങനെ റിച്ച് ആക്കുവാൻ സാധിക്കുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മൈക്കിൻ്റെ പിതാവ് പിന്നീട് അവരെ വീണ്ടും അടുത്ത് വിളിക്കുകയാണ്. അപ്രകാരം റോബർട്ടിനെ ആശ്വസിപ്പിക്കുകയും ചില കാര്യങ്ങൾ പറഞ്ഞു നൽകുകയും ചെയ്യുന്നു. റോബർട്ടിനോടും മൈക്കിൻ്റെ പിതാവ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. അദ്ദേഹം ഈ കാര്യം അവരോട് പറയുകയാണ്, നിങ്ങൾ ഇതുവരെ ജോലി ചെയ്തത് പണത്തിന് വേണ്ടിയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ക്ഷീണിതരായി മാറിയത്. പക്ഷേ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഈ കാലയളവിൽ മനസ്സിലാക്കി. എങ്ങനെ ജോലി ചെയ്യണം, എങ്ങനെ ജോലി ചെയ്യരുത്, എങ്ങനെ ജോലി ചെയ്താൽ പണം ലഭിക്കും, എങ്ങനെ ചെയ്താൽ പണം ലഭിക്കുകയില്ല തുടങ്ങിയ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അതുകൊണ്ട് പണം ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും കുറച്ചു കാലം ഒരു സ്ഥാപനത്തിലോ ഒരു വ്യക്തിയുടെ കീഴിലോ ജോലി ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സമയം കണ്ടെത്തുക എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് മൈക്കിൻ്റെ പിതാവ് പറഞ്ഞു, ശരി, ഇനി മുതൽ നിങ്ങൾ പണത്തിനായി ജോലി ചെയ്യേണ്ട, നിങ്ങൾ എൻ്റെ കമ്പനിയിൽ വന്ന് നിങ്ങൾ സ്വന്തമായി ചെയ്യുവാനായി ശ്രമിക്കുകയാണ്. അപ്രകാരം മൈക്കും റോബർട്ടും ഈ കമ്പനിയിൽ വന്നു അദ്ദേഹത്തെ ഒരു പ്രതിഫലവും ലഭിക്കാതെ സഹായിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് ഇവരൊരു കാഴ്ച കണ്ടത്. കുറേ കോമിക് ബുക്സ് ഈ കമ്പനിയുടെ ചില ഭാഗത്തായി ചിതറിക്കിടക്കുകയാണ്. വളരെ മികച്ച ബുക്കുകളാണ്, ആരും വായിക്കുന്നില്ല. അവർ തീരുമാനിച്ചു, എന്തുകൊണ്ട് ഒരു ചെറിയ ലൈബ്രറി ഉണ്ടാക്കിക്കൂടാ? അപ്രകാരം ലൈബ്രറി ഉണ്ടാക്കി ആ ലൈബ്രറിയിൽ നിന്ന് ഒരു വരുമാനം എങ്ങനെ നേടാമെന്ന് അവർ ചിന്തിച്ചു. അപ്രകാരം ആ പുസ്തകങ്ങളൊക്കെയും തയ്യാറാക്കി ഒരു ചെറിയ ലൈബ്രറി ഉണ്ടാക്കുകയും തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മണിക്കൂറിന് എത്ര രൂപ എന്ന നിരക്കിൽ അവിടെ കയറുവാനും പുസ്തകം വായിക്കുവാനും അനുവദിച്ചു. ഒപ്പം മൈക്കിൻ്റെ സഹോദരിയെ അവിടുത്തെ ഒരു സ്റ്റാഫായി നിയമിക്കുകയും ചെയ്തു. അങ്ങനെ ആഴ്ചയിൽ ഏകദേശം $10 വരെ അവർക്ക് നേടുവാൻ സാധിച്ചു. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ തുടക്ക ചിന്ത, മനോഹര ചിന്ത. പണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. നാം മണി ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ പണം പിന്നീട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
എന്നാൽ ഈ കാര്യം നടപ്പിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും നമുക്കൊരു ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടാകണം, മിനിമം ഇൻ്റലിജൻസ് ഉണ്ടാകണം. അത് നാം വളർത്തുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് കിയോസാക്കി തൻ്റെ പുസ്തകത്തിലൂടെ പറയുന്നത്. ഇങ്ങനെ പണം നമുക്ക് വേണ്ടി ജോലി ചെയ്യണമെങ്കിൽ നമുക്കുണ്ടായിരിക്കുന്ന ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസിയിൽ 3 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. ഒന്ന്, അക്വയർ അസറ്റ്സ്. നാം ചിന്തിച്ച് നോക്കുക, നമ്മുടെ പണം ഉപയോഗിച്ച് നാം എന്താണ് ചെയ്യുന്നത്? പലപ്പോഴും നാം ഒന്നെങ്കിൽ വീടിൻ്റെ EMI അടയ്ക്കുക, കാറിൻ്റെ EMI അടയ്ക്കുക, അല്ലെങ്കിൽ എക്സ്പെൻസാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വരുന്നത്. ലഭിക്കുന്നതിൻ്റെ ഭൂരിഭാഗവും ഇപ്രകാരം റവന്യൂ ജനറേറ്റ് ചെയ്യാത്ത അസറ്റ്സിലേക്കാണ് നാം നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് റിച്ച് ആകുവാൻ സാധിക്കില്ല. റോബർട്ടിൻ്റെ പിതാവിന് സംഭവിച്ചതാണ്. ഒരു അധ്യാപകനാണ്, നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും പണം കയ്യിൽ നിൽക്കുന്നില്ല. എല്ലാം ചിലവാക്കുന്നതൊന്നും തിരിച്ചു വരാത്ത സമ്പ്രദായമാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് അക്വയർ അസറ്റ്സ്. നാം ഇൻവെസ്റ്റ് ചെയ്ത് നേടുന്ന കാര്യം പണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പണം കായ്ക്കുന്ന ഒരു മരം പോലെ പ്രവർത്തിക്കുവാൻ ഇടയാക്കേണ്ടതെന്നാണ്. അതിൽ ചില കാര്യങ്ങൾ പറയുന്നത് സ്റ്റോക്ക്, ബോണ്ട്സ്, ഇൻകം ജനറേറ്റിംഗ് റിയൽ അസറ്റ്സ്, റോയൽറ്റീസ്, പിന്നീട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ചില സാഹചര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. അപ്രകാരം നാം ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് പണമായി കണ്ടിന്യൂസ് ആയി തിരിച്ചു വരുവാൻ സാധ്യതയുള്ള മേഖലയിൽ നാം അസറ്റ് ജനറേറ്റ് ചെയ്യുക, അസറ്റ് അക്വയർ ചെയ്യുവാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം ഡു ബിസിനസ് എന്ന് വെച്ചാൽ ലേൺ ഫസ്റ്റ് ദെൻ ഡു. ഒരു ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളത് ആദ്യം പഠിക്കുക, പിന്നീട് നിങ്ങൾ അതിനകത്തേക്ക് കടന്നു വരിക. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം, നാം ഒരു ബിസിനസ് മാൻ ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് റിച്ച് ആകുവാൻ സാധിക്കുന്നത്. ഒരിക്കലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ സ്ഥിര വരുമാനം ലഭിക്കുന്ന ആളുകൾക്കോ റിച്ച് ആകുവാൻ സാധിക്കില്ല. നാം ഒരു ജോലിക്കാരനായി മാറാതെ നാം ജോലി കൊടുക്കുന്ന ഒരാളായി മാറുക. അപ്രകാരം മണിയെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കുക. അതിനായി നാം ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കുക, പിന്നീട് അപ്പുറം ഒരു ബിസിനസ് ഐഡിയ നടപ്പിലാക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ബിസിനസ് മൈൻഡ്, ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റ്സ് ഉണ്ടാകുന്നവർക്കാണ് റിച്ച് ആകുവാൻ സാധിക്കുന്നത്. ചില ആശയങ്ങളാകാം, ചില പദ്ധതികളാകാം, ചില പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ആകാം. അതിലൂടെ എങ്ങനെ പണം ഉണ്ടാക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ IQ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ്, ഈ മേഖലയിൽ ചില കാര്യങ്ങളെക്കുറിച്ച് ബേസിക് ആൻഡ് ഡീപ്പ് നോളജ് നമുക്കുണ്ടായിരിക്കണം. 1 അക്കൗണ്ടിങ്, 2 ഇൻവെസ്റ്റ്മെൻറ്റ്, 3 മാർക്കറ്റ് കണ്ടീഷൻ, 4 ലോ. ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണയും പഠിപ്പും നമുക്കുണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് ബിസിനസ്സിൽ ഇറങ്ങുവാനും നന്നായി മുന്നോട്ട് പോകുവാനും സാധിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം പറയുന്നത്, ആദ്യം പറഞ്ഞതുപോലെ തന്നെ എക്സ്പെൻസസ് കുറയ്ക്കുക, ഏൺ ചെയ്യുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നാം ഏൺ ചെയ്യുന്നത് മൊത്തം എക്സ്പെൻഡിച്ചർ ആണ് എങ്കിൽ അതുകൊണ്ട് നേട്ടമുണ്ടാകില്ല. അതുകൊണ്ട് നല്ല സേവിങ് ഹാബിറ്റ്സ് അപ് ടു 50% വരെ സേവ് ചെയ്യുവാനുള്ള ഒരു ശീലം നമ്മളുണ്ടാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, റിച്ച് ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് മേഖലയിലേക്ക് പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ റിസ്ക് ടേക്കിംഗ് മെൻറ്റാലിറ്റി ഉണ്ടാക്കുക. പരാജയപ്പെടുമെന്ന് ഓർത്ത് നാം പിന്നോട്ട് കാലുവെക്കാതെ അത് വിജയിക്കുവാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ബിസിനസ്സിലെ ഏറ്റവും വലിയ രഹസ്യം. ചിലപ്പോൾ 10 ആശയങ്ങളാകാം നാം നടപ്പിലാക്കുന്നത്, എന്നാൽ 1 മാത്രമായിരിക്കും വിജയിക്കുന്നത്, ബാക്കി 9 പരാജയപ്പെടുന്നതായിരിക്കാം. എന്നാൽ 10ാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച കൊണ്ടുവരികയും വലിയ വിജയത്തിലേക്കും നമ്മളെ ധനികരാക്കുവാനും സഹായിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് റിസ്ക് ടേക്കിംഗ് മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ റിച്ച് ആകുവാനും ബിസിനസ്സിൽ വിജയിക്കുവാനും സാധിക്കുകയുള്ളൂ എന്നും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. മറ്റൊരു കാര്യമാണ് മാനേജ്മെൻറ്റ് സ്കിൽസ്. ബിസിനസ് ചെയ്യുവാൻ പുറപ്പെടുന്ന ആൾ അല്ലെങ്കിൽ റിച്ച് ആകുവാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് തീർച്ചയായും ചില മാനേജ്മെൻറ്റ് സ്കിൽസ് അല്ലെങ്കിൽ വൈഭവം ഉണ്ടായിരിക്കണം. 5 മാനേജ്മെൻറ്റ് സ്കിൽസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. 1 ക്യാഷ് ഫ്ലോ, 2 സിസ്റ്റംസ്, 3 പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കിൽസ്, നാം ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നാം നടത്തുന്ന സ്ഥാപനത്തിലെ ആളുകളെ, നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് അറിയുന്ന സ്കിൽ. 4 സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, നമ്മുടെ പ്രൊഡക്ട്സോ ആശയങ്ങളോ എങ്ങനെ വിൽക്കാം, അതിന് പ്രചാരം ലഭിക്കാമെന്നുള്ള ചിന്ത. 5 കമ്മ്യൂണിക്കേഷൻസ്, ആശയവിനിമയം. ഇത്തരം ഒരു മാനേജറിയൽ സ്കിൽസ് നമുക്ക് ഉണ്ടാകണമെന്ന് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ചില സമയങ്ങളിൽ അല്പം സെൽഫിഷ് ആകുവാനും ഗ്രീഡി ആകുവാനും അദ്ദേഹം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ നാം ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ബിസിനസ്മാൻ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുക, നമുക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കുന്നത്, നമുക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുവാൻ സാധിക്കുന്നത്, നമ്മെ റിച്ച് ആകുവാൻ നമ്മെ എത്രമാത്രം അത് സഹായിക്കുമെന്നുള്ള ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് നല്ലതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. റോബർട്ട് കിയോസാക്കി മൈക്കിൻ്റെ പിതാവിൽ നിന്ന് പഠിച്ച മറ്റൊരു കാര്യമാണ് ഗീവ് ആൻഡ് റിസീവ്. ധാരാളമായി കൊടുക്കുവാൻ ശ്രമിക്കുക. അത് ജോലിക്കാർക്കാകാം, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്കാകാം. അതുകൊണ്ട് നന്നായി പേ ചെയ്യുവാൻ അല്ലെങ്കിൽ ആളുകൾക്ക് കൊടുക്കുവാനായി ശ്രമിക്കുക.
അപ്രകാരം നന്നായി കൊടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ മികച്ച റിട്ടേൺസ് നമുക്ക് നേടുവാൻ സാധിക്കുമെന്നാണ് ഈ പുസ്തകം പറയുന്നത്. പിന്നീട് ഈ പുസ്തകത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദ പവർ ഓഫ് മൈൻഡ്. നമ്മുടെ മനസ്സുകൾക്കും ചിന്തകൾക്കും അതിമാരകമായ ശക്തിയാണുള്ളത്. നാം എപ്രകാരം ചിന്തിക്കുന്നു, നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മെ വിജയിക്കുവാനും റിച്ചാക്കുവാനും സഹായിക്കുന്നത്. എനിക്ക് ധനികനാകണം, എനിക്ക് പണമുണ്ടാക്കണം, എനിക്ക് വിജയിക്കണം എന്നുള്ള തീവ്രമായ ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും അതിനെ ചേസ് ചെയ്ത് നാം ആഗ്രഹിക്കുന്ന നേട്ടത്തിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു ആശയവും പുസ്തകം പങ്കുവയ്ക്കുന്നുണ്ട്. അവസാനമായി പറയുന്നത് മാനേജ് ഫിയർ, ഭയത്തെ കൈകാര്യം ചെയ്യുക. പലപ്പോഴും ഭയമാണ് നമുക്ക് മുന്നോട്ട് പോകുവാൻ ശക്തി നൽകാതിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മെ തടയുന്നത്. അതുകൊണ്ട് ആ ഭയത്തെ ഒഴിവാക്കുവാൻ അദ്ദേഹം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായും 2 തരത്തിലുള്ള ഇമോഷൻസ് ആണുള്ളത്. ഒന്ന് ഗ്രീഡ്, 2 ഫിയർ. നമുക്ക് അച്ചീവ്മെൻറ്റ് ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടെ നാം സെൽഫായി ഡ്രൈവ് ചെയ്തു പോകുന്നൊരവസ്ഥയും, ഭയം, നാം പരാജയപ്പെട്ടു പോകുമോ, വീണു പോകുമോ, ദരിദ്രരായി തീരുമോ എന്നുള്ള ഭയത്താൽ ഉള്ള മൂവ്മെൻറ്റും. എന്നാൽ ഈ ഭയത്തെ നാം മാനേജ് ചെയ്യണമെന്നാണ് പുസ്തകം പറയുന്നത്. ഭയത്തോടൊപ്പം തന്നെ ഏകദേശം 5 ത്രെറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ വിജയത്തിനും നമ്മെ റിച്ച് ആകുവാനും തടസ്സം നിൽക്കുന്ന 5 കാര്യങ്ങൾ. 1 ഫിയറാണ്, 2 ബാഡ് ഹാബിറ്റ്സ്, 3 സൈനിസം, 4 ലേസിനെസ്, 5 അരഗൻസ്. ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ട്രേറ്റ്സും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുക, അപ്രകാരം പോസിറ്റീവായി മുന്നോട്ട് പോകുവാനും പുസ്തകം ഓർപ്പിക്കുകയാണ്. ധനികനാകുവാൻ ആഗ്രഹിക്കുന്നവർക്കായി ഏകദേശം 10 ഉപദേശങ്ങൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം നൽകുന്നുണ്ട്. 1, ഫൈൻഡ് സംതിങ് എബവ് ആൻഡ് ബിയോണ്ട് റിയാലിറ്റീസ്. ചില വൈൽഡായിട്ടുള്ള ഡ്രീംസ് കാണുക, ചില ഫാൻറ്റസി ആയിട്ടുള്ള ലോകത്തിലേക്ക് നാം കടന്നു പോകുക. അപ്രകാരം വൈൽഡായിട്ട് ചിന്തിക്കുകയും ഡ്രീംസ് മെനയുകയും ചെയ്യുന്നവർക്ക് മാത്രമേ റിച്ച് ആകുവാനും വിജയിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന പുസ്തകം പറയുന്നു. 2, പുട്ട് യുവർ ഫ്രീ വിൽ ടു ടെസ്റ്റ് എവരി ഡേ. പലപ്പോഴും നമ്മുടെ മനസ്സിൽ പല ആശയങ്ങൾ വരാം, പല ഫാൻറ്റസീസും ഉണ്ടാകാം. അതിനെ ടെസ്റ്റ് ചെയ്യുവാൻ, അതിനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാൻ എല്ലാ സമയങ്ങളിലും ശ്രമിക്കുക എന്നുള്ളതാണ് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, ചൂസ് യുവർ ഫ്രണ്ട്സ് വൈസ്ലി. ടീം എന്നുള്ളത് അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്നുള്ളത് നമ്മുടെ ബിസിനസ് നെറ്റ്വർക്കിൽ വിജയിക്കുവാൻ അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സിനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ വളരെ വൈസായിരിക്കുക എന്നും പുസ്തകം പറയുന്നു. 4ാമത്തെ കാര്യം, ലേൺ എ ലെസൺ അബൌട്ട് യുവർ ഫിനാൻസസ്. നമ്മുടെ പണം എങ്ങനെ പോകുന്നു, എങ്ങനെ ചെലവഴിക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പ്ലാൻ ചെയ്യുക, മനസ്സിലാക്കുക. 5ാമത്തെ കാര്യം, പേ യുവർ സെൽഫ് ഫസ്റ്റ്. നാം ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ അത്തരം സംരംഭങ്ങളിലേക്ക് പോകുന്ന ആളായിരിക്കാം. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആദ്യമായി നമുക്ക് പേ ചെയ്യുക, സഫിഷ്യൻ്റ്ലി നമുക്ക് ലഭിക്കുന്നെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. 6, പേ ജനറസ്ലി. ധാരാളമായി കൊടുക്കുക. നിങ്ങളുടെ എംപ്ലോയീസിന്, നിങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്, നിങ്ങളുടെ അഭ്യുദയകാംക്ഷികൾക്ക് ധാരാളമായി നൽകുവാൻ ശ്രമിക്കുക. 7, ആക്ട് ലൈക്ക് എ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. അത് പറഞ്ഞതാണ്, നമുക്ക് അസറ്റ്സ് അക്വയർ ചെയ്യുവാൻ സാധിക്കുന്ന മാക്സിമം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കാര്യങ്ങളിൽ നാം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 8, ട്രീറ്റ് യുവർ സെൽഫ്. നിങ്ങളെ ചെറുതും വലിയതുമായ വിജയങ്ങളിൽ അല്ലെങ്കിൽ നേട്ടങ്ങളിൽ നിങ്ങളെ തന്നെ സന്തോഷിപ്പിക്കുക, നിങ്ങളെ തന്നെ ട്രീറ്റ് ചെയ്യുക. 9, ഫൈൻഡ് എ മെൻറ്റർ. നിങ്ങൾക്ക് ഉപദേശകനായി, നിങ്ങൾക്ക് മാർഗ്ഗനിർദ്ദേശം നൽകുവാനായി ഒരാളെ കണ്ടെത്തുക. പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ ഒന്ന് വാലിഡേറ്റ് ചെയ്യുവാൻ ഇവരുടെ സഹായം നമുക്ക് വളരെ പ്രയോജനപ്പെട്ടതായിരിക്കും. 10ാമത്തെ കാര്യം, ഗിവ് ആൻഡ് റിസീവ്. കൊടുക്കുക, ധാരാളമായി കൊടുക്കുക. അപ്രകാരം നേട്ടങ്ങളും സമ്പാദ്യവും നമ്മിലേക്ക് കടന്നു വരും, തിരിച്ചു വരുമെന്നുള്ള ചിന്തയാണ് പുസ്തകത്തിൽ. ഇത്തരം ധാരാളം ചിന്തകളാണ് ഈ പുസ്തകം വിവരിക്കുന്നത്. തീർച്ചയായും ബിസിനസ് ചെയ്യുവാനും റിച്ച് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പുസ്തകം വായിക്കുക. വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു പുസ്തകമാണ് റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡ്.